ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും വനവാസത്തിന് തയ്യാറെടുക്കുന്നു. ജനങ്ങളെല്ലാവരും ഈ വിവരം അറിയുന്നു. അതോടുകൂടി ഒരു വലിയ ദുഃഖത്തിലേക്ക് അവരെല്ലാം മുങ്ങിത്താഴുകയാണ്. രാജാവിന് ബുദ്ധി നശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. രാജാവ് സ്ത്രീക്ക് അടിമയായിരിക്കുന്നു. ഇത് കുലം മുടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകൾ പഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് ദശരഥ മഹാരാജാവ് കൈകേയിയെ ശപിക്കുകയാണ്. നീ പാമ്പാണ്, പെൺപാമ്പാണ്, ഇങ്ങനെയൊക്കെ പറയുന്നു ദശരഥൻ. എൻ്റെ നാശത്തിനാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നത്. നീ രഘുവംശത്തിന് നാശം വരുത്തിയല്ലോ. രാക്ഷസിയാണു നീ. രാമനെ പോലെ ഉത്തമനായ പുത്രനെ നീ വനവാസിയാക്കിയില്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശപിക്കുന്നു ദശരഥൻ. ഭരതനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, നിന്നെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു. ഭരതൻ നൽകുന്ന ശ്രാദ്ധവും തർപ്പണവും എനിക്ക് വേണ്ട എന്നു പോലും ദശരഥൻ പറയുന്നു. ആ സമയം അവിടേക്ക് രാമനും സീതയും ലക്ഷ്മണനും എത്തിച്ചേരുന്നു. അവർ അച്ഛനെ നമസ്കരിക്കുന്നു. ദശരഥൻ കരയുകയാണ്. ഇന്നൊരു ദിവസം കൂടി ഇവിടെ താമസിക്കൂ എന്ന് ദശരഥൻ അപേക്ഷിക്കുന്നു. പോകാൻ തീരുമാനിച്ചാൽ എത്രയും പെട്ടെന്ന് പോകണം, അതാണ് നല്ലത് എന്ന് രാമൻ പറയുന്നു. എങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും വരാം എന്ന് ദശരഥൻ പറയുന്നു. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ധർമ്മമല്ല എന്ന് രാമൻ പറയുന്നു. ആ സമയത്ത് സുമന്ത്രരോട് ദശരഥൻ പറയുകയാണ്, ആവശ്യത്തിന് ധനമെടുത്ത് കൊടുത്തുകൊള്ളുക, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് പറയുന്നു. ഉടനെ കൈകേയി ചാടിക്കേറി പറയുകയാണ്, ഭരതന് രാജ്യം കൊടുക്കുവാൻ നിശ്ചയിച്ചു, അതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. ആ സ്ഥിതിക്ക് ഭരതൻ അവകാശപ്പെട്ടതാണ് രാജ്യവും രാജ്യത്തിലെ ധനവും. അതെടുത്ത് രാമന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അതോടുകൂടി അത് ശരിയാണ്, അതായത് കൈകേയി പറഞ്ഞത് ശരിയാണ് എന്ന് രാമനും പറയുന്നു. ആ സമയത്ത് കൈകേയി തന്നെ മരവുരി എടുത്തുകൊണ്ട് വന്ന് രാമനും സീതയ്ക്കും ലക്ഷ്മണനും കൊടുക്കുന്നു. അവർ ആ വസ്ത്രം, അതായത് കാട്ടിലേക്ക് പോകുവാൻ ധരിക്കുന്ന വസ്ത്രം അവർ ധരിക്കുകയാണ്, സന്യാസ വസ്ത്രം. സീത ആ വസ്ത്രം ധരിക്കുന്നത് കണ്ടപ്പോൾ, ആ വസ്ത്രം ധരിച്ചു വരുന്നത് കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിന് ഹൃദയം പൊട്ടിപ്പോയി. അദ്ദേഹം നിലവിളിക്കുന്നു, ബോധരഹിതനായി നിലത്തു വീഴുന്നു. പിന്നീട് ദശരഥനും ലക്ഷ്മണനും സീതാദേവിയും അച്ഛനെയും അമ്മയെയും നമസ്കരിച്ചിട്ട് യാത്രയ്ക്ക് തയ്യാറാകുന്നു. ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്രയുടെ അടുക്കലേക്ക് പോകുന്നു. അമ്മയെ നമസ്കരിക്കുന്നു, യാത്ര പറയുന്നു. രാമനും ജാനകിയും സുമിത്രാദേവിയെ നമസ്കരിക്കുന്നു. സുമിത്ര എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അതിനുശേഷം ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. വനത്തിലേക്കാണ് പോകുന്നത്. അവിടെ ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും, സങ്കടമുണ്ടാകും. രാജകുമാരനായി എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിച്ചതാണ്. ആ നിലയിൽ വനത്തിൽ ചെന്നാൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ലഭിക്കണമെന്നില്ല. പക്ഷേ ദുഃഖിക്കരുത്.
അടവിയെ അയോധ്യയായി കാണണം. മകനെ, നിന്റെ കൂടെ രാമനുണ്ട്. രാമൻ പറയുന്നത് അനുസരിക്കണം. രാമനെ ദശരഥനായി കാണണം. അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കുന്നത് പോലെ രാമൻ്റെ വാക്കുകളെ നീ അനുസരിക്കുക. ജാനകിയുണ്ട്. ജാനകിയെ ഞാനായി കാണണം. എന്നെ എങ്ങനെയാണോ നീ അനുസരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അതുപോലെ ജാനകിയോടും പെരുമാറണം. അങ്ങനെ സുഖമായി 14 വർഷം താമസിച്ചതിനു ശേഷം തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് സുമിത്ര മകനെ ഉപദേശിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ ഒരു ഭാഗമാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം. അതിനുശേഷം എല്ലാവരും യാത്ര പറയുന്നു. ലക്ഷ്മണൻ ഊർമിളയോട് യാത്ര പറയുന്നു. ഊർമിളയും കൂടെ പോകുവാൻ തയ്യാറെടുക്കുന്നു. പക്ഷേ അമ്മയെ നോക്കാൻ ഇവിടെ വേണം എന്ന് ലക്ഷ്മണൻ ഊർമിളയോട് പറയുന്നു. ഊർമിള നിദ്രാദേവിയോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ ഉറക്കം കൂടി എനിക്ക് തന്നുകൊള്ളുക. അദ്ദേഹം ഊണും ഉറക്കവുമില്ലാതെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും പരിചരിക്കട്ടെ. ആ സമയത്ത് നിദ്രാദേവി അദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഊർമിള പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ദശരഥ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം നഗരം കടക്കുന്നതുവരെ സുമന്ത്രരുടെ രഥത്തിൽ കയറി പോകുവാൻ പറയുന്നു. ജനങ്ങളെല്ലാം കൂടി നിൽക്കുകയാണ്. അവർ കരയുകയാണ്. ദശരഥനെയും കൈകേയിയെയും ശപിക്കുന്നുമുണ്ട് അവർ. അങ്ങനെ രാമൻ്റെയും ജാനകിയുടെയും ലക്ഷ്മണൻ്റെയും കൂടെ ഞങ്ങളും വനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുന്നു. രാമനില്ലാത്ത രാജ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയുന്നു. ആ സമയത്താണ് ആരോടും ഒരു വാക്കുപോലും യാത്ര പറയാതെ സുമന്ത്രരുടെ രഥത്തിൽ രാമനും ജാനകിയും ലക്ഷ്മണനും വനത്തിലേക്ക് പുറപ്പെടുന്നത്. അത് കണ്ടതും ജനങ്ങൾ നിലവിളിക്കുന്നു. അവർ രഥത്തിൻ്റെ പുറകെ ഓടുന്നു. ആ സമയം രാമൻ വായുവേഗത്തിൽ രഥമോടിക്കുവാൻ സുമന്ത്രരോട് പറയുന്നു. അങ്ങനെ അതിവേഗത്തിൽ സുമന്ത്രർ തൻ്റെ രഥം ഓടിക്കുന്നു. ജനങ്ങൾക്ക് അത്രയും വേഗത്തിൽ ഓടി അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. നിറ കണ്ണുകളോടെ രാമൻ ഇതെല്ലാം നോക്കിക്കാണുന്നു. അന്തഃപുര മാളികയിൽ നിന്നുകൊണ്ട് അമ്മമാരും സ്ത്രീജനങ്ങളും എല്ലാവരും തന്നെ ഈ കാഴ്ച കണ്ണീരോടുകൂടി നോക്കി നിൽക്കുന്നു. ആ സമയം ദശരഥ മഹാരാജാവ് ബോധം കെട്ട് നിലത്തു വീഴുന്നു. കൈകേയി ചെന്ന് അദ്ദേഹത്തെ താങ്ങി എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് ദശരഥൻ കൈകേയിയെ ഓടിച്ചു വിടുന്നു. അതിനുശേഷം കൗസല്യയുടെ ഭവനത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ രാമനും ലക്ഷ്മണനും സീതയും ഗംഗാനദിയുടെ തീരത്ത് എത്തുന്നു. അന്നു രാത്രി അവിടെ കഴിച്ചു കൂട്ടുന്നു. പിറ്റേ ദിവസം സുമന്ത്രരെ തിരിച്ച് യാത്രയാക്കുന്നു. സുമന്ത്രർ കണ്ണീരോടുകൂടി തിരിച്ച് അയോധ്യയിലേക്ക് പോകുന്നു. ദശരഥ മഹാരാജാവ് കൗസല്യയുടെ അന്തഃപുരത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. വസിഷ്ഠ മഹർഷി കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നു. മഹാരാജാവിനെ കാണാനായിട്ടാണ് എത്തിച്ചേർന്നത്. രാജാവ് ഉറങ്ങുകയാണ്. അങ്ങനെ വിചാരിക്കുന്നു എല്ലാവരും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. പക്ഷേ രാജാവ് ഉണരുന്നില്ല. കുലുക്കി നോക്കി, അനക്കമില്ല. മഹാരാജാവ് മരിച്ചിരിക്കുന്നു.
എല്ലാവർക്കും അത് ബോധ്യമായി. വെട്ടിയിട്ട വാഴ പോലെ റാണിമാർ ബോധം കെട്ട് നിലത്തു വീണു. പുത്രശോകവും വാർദ്ധക്യവും അത് രണ്ടും രാജാവിനെ വലച്ചു കളഞ്ഞിരിക്കുന്നു. സത്യവാദിയായ മഹാരാജാവ് സത്യത്തിൽ ഉറച്ചു നിന്നു. ശരീരം വെടിഞ്ഞ് സ്വർഗത്തിലെത്തിച്ചേർന്നു. വസിഷ്ഠൻ കൗസല്യയെ ഉപദേശിക്കുന്നു, സമാധാനപ്പെടുത്തുന്നു. മഹാറാണി, മരണത്തെ ചൊല്ലി കരയുന്നത് ഉചിതമല്ല. രാജ്യം പരിപാലിച്ചതിനു ശേഷം മഹാരാജാവ് സ്വർഗത്തിലേക്ക് യാത്രയായി. അദ്ദേഹത്തിനു വേണ്ടിയിട്ടുള്ള ധർമ്മങ്ങളും കർമ്മങ്ങളും ഇനി നടത്തുക തന്നെ ചെയ്യണം. ഭരതനെ ആളയച്ച് വരുത്തണം. രാജാവിനെ അതുവരെ തൈലത്തിൽ കിടത്തണം. ഭരതൻ അമ്മാത്തുനിന്ന് തിരിച്ചു വരട്ടെ. അഗ്നികാര്യങ്ങൾ ചെയ്യാം. മഹാരാജാവ് മൃതശരീരമായിരിക്കുന്നു. ഭാവി കാര്യങ്ങൾ മന്ത്രിമാർ ചേർന്ന് ആലോചിക്കട്ടെ. സത്യം പാലിച്ചുകൊണ്ട് തന്നെ രാജാവ് സ്വർഗത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. രാജാവില്ലാത്ത രാജ്യം അത് നല്ലതല്ല. രാജ്യത്തിന് നാഥനുണ്ടാകണം. ഇങ്ങനെ വസിഷ്ഠൻ, കുലഗുരുവായ വസിഷ്ഠൻ കൈകേയിയോട് പറയുന്നു. ഈ സമയത്ത് അമ്മയുടെ കൊട്ടാരത്തിൽ, അതായത് കേകയ രാജ്യത്ത് ഭരതൻ ഉറങ്ങുകയാണ്. ചില ദുസ്വപ്നങ്ങൾ കണ്ട് അദ്ദേഹം ഞെട്ടി ഉണരുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം കണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂതന്മാർ ഭരതനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. എത്രയും പെട്ടെന്ന് അയോധ്യയിൽ എത്തിച്ചേരണമെന്ന് പറയുന്നു. അവരുടെ മുഖം കണ്ടപ്പോൾ ഭരതന് എന്തോ ഒരു ആശങ്ക തോന്നി. അച്ഛന് സുഖമാണല്ലോ, ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും സുഖമാണല്ലോ, അനുജന്മാർക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, അമ്മമാർക്ക് പ്രയാസങ്ങളില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ആർക്കും ഒരു കുഴപ്പവുമില്ല. എത്രയും പെട്ടെന്ന് രാജ്യത്തിലേക്ക്, അയോധ്യയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നു. അങ്ങനെ ഭരതൻ അയോധ്യയിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ ഭരതൻ അയോധ്യയിൽ എത്തിച്ചേരുന്നു. അച്ഛനെ അന്വേഷിക്കുന്നു. അച്ഛൻ അവിടെയില്ല. പിതാവിൻ്റെ ഗൃഹം ശൂന്യമായിരിക്കുന്നു. ഭരതൻ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഭരതനെ കണ്ടതും കൈകേയിക്ക് വലിയ സന്തോഷമായി. മകൻ്റെ അടുക്കലേക്ക് അമ്മ വരുന്നു. ഭരതൻ അമ്മയുടെ പാദങ്ങളിൽ വന്ദിക്കുന്നു. മകനെ ചേർത്തു നിർത്തി അമ്മ ചുംബിക്കുന്നു. അച്ഛന് സുഖമല്ലേ? കേകയ രാജ്യത്ത് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ ഭരതൻ പറയുന്നു, അമ്മ വിഷമിക്കണ്ട, അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും സുഖമായിരിക്കുന്നു. ബന്ധുക്കൾ ആരും മരിച്ചിട്ടില്ല. അമ്മയുടെ അച്ഛൻ്റെ രാജ്യത്തിൽ എല്ലാവർക്കും മംഗളം തന്നെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അയോധ്യ രാജ്യം പതിവിന് വിപരീതമായിരിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാവർക്കും സങ്കടം കാണുന്നല്ലോ, ആർക്കും സന്തോഷമില്ല. എല്ലായിടത്തും ആളുകൾ കരയുന്നു. ചിലരൊക്കെ എന്നെ കണ്ടിട്ട് നിന്ദിച്ചു സംസാരിക്കുന്നു. പിതാവ് എവിടെ? അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കൈകേയി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പറയുകയാണ്, നിന്റെ അച്ഛൻ സത്യവാദിയായിരുന്നു. സത്യത്തിൽ ഉറച്ചു നിന്നു. സത്യം പാലിച്ചുകൊണ്ട് സത്യവീരനായി അദ്ദേഹം സ്വർഗലോകത്ത് എത്തിച്ചേർന്നു. അതായത് പിതാവ് മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും ഭരതൻ കരയാൻ തുടങ്ങി. അച്ഛൻ മരിച്ചുവോ? എങ്കിൽ രാമൻ എവിടെ? എൻ്റെ ജ്യേഷ്ഠൻ എവിടെ? ലക്ഷ്മണൻ എവിടെ? ഇങ്ങനെ ചോദിച്ച് കരയാൻ തുടങ്ങി. ആ സമയത്ത് കൈകേയി എല്ലാ കാര്യങ്ങളും ഭരതനോട് പറയുന്നു. ഭരതന് സങ്കടത്തേക്കാളേറെ ദേഷ്യമാണ് വന്നത്.
ഭരതൻ അമ്മയെ ശകാരിക്കുന്നു. രാജകുലത്തിൽ ജനിച്ചവരുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ജ്യേഷ്ഠനിരിക്കുമ്പോൾ അനുജൻ രാജാവായിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ ധർമ്മിഷ്ഠനായിരുന്നു. ആ വംശത്തിൽ നിങ്ങൾ രാക്ഷസിയായി എങ്ങനെ പിറന്നു? രാക്ഷസിയായി നിങ്ങൾ മനുഷ്യരൂപം ധരിച്ച് രഘുവംശം നശിപ്പിക്കുവാനായിട്ടാണോ അയോധ്യയിലേക്ക് വന്നത്? ശ്രീരാമനെ ഓർത്ത് ദുഃഖിച്ചാണ്, എൻ്റെ ജ്യേഷ്ഠനെ ഓർത്ത് ദുഃഖിച്ചാണ് മഹാരാജാവ് മരിച്ചത്. എന്തിനാണ് എൻ്റെ ജ്യേഷ്ഠനെ വനത്തിലേക്ക് അയച്ചത്? ഇങ്ങനെ ചോദിച്ച് ഭരതൻ ദേഷ്യപ്പെടുകയാണ്. അമ്മയായതുകൊണ്ട് ഞാൻ വധിക്കുന്നില്ല എന്നുപോലും ഭരതന് പറയേണ്ടി വന്നു. എന്നിട്ട് മന്ധരയുടെ നേർക്ക് തിരിയുന്നു. ഈ മന്ധരയാണ് വൃദ്ധനായ രാജാവിൻ്റെ മരണത്തിനു കാരണം. ഈ മന്ധരയാണ് രാമനെ വനത്തിലേക്ക് അയച്ചത്. ഈ മന്ധരയാണ് എല്ലാ നാശത്തിനും കാരണം. ഈ മന്ധരയാണ് അയോധ്യ നഗരത്തെ കണ്ണീരിലാഴ്ത്തിയത്. ഇവൾ മരിച്ചാൽ എല്ലാ ദുഃഖവും തീരും. ഇങ്ങനെ പറഞ്ഞ് ശത്രുഘ്നൻ കോപിക്കുകയാണ്. രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മന്ധര കരയുവാൻ തുടങ്ങി. എന്നിട്ട് മന്ധര കൈകേയിയുടെ അടുക്കലേക്ക് ഓടി വരുന്നു. ഭരതനും ശത്രുഘ്നനും കൂടി എന്നെ കൊല്ലും, എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് ശത്രുഘ്നൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് മന്ധരയെ തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൈകേയിയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴും കൂനിൻ്റെ മുകളിൽ കൈകേയി കൊടുത്ത ആ രത്നമാല അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നീ കാരണമാണ് അച്ഛൻ മരിച്ചത്, ജ്യേഷ്ഠൻ വനവാസിയായത്. നീ ദാസിയായിരുന്നു കൊണ്ട് നാശമുണ്ടാക്കി എന്ന് പറഞ്ഞ് മന്ധരയെ കൊല്ലാനായി ശ്രമിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് ഭരതൻ എത്തിച്ചേരുകയും സ്ത്രീവധം അത് ധർമ്മമല്ല എന്ന് ശത്രുഘ്നനോട് പറയുകയും ചെയ്യുന്നു. ആ സമയം നോക്കി മന്ധര അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഭരതൻ ദശരഥ മഹാരാജാവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. കൗസല്യാദേവിയെ ചെന്നു കണ്ട് കാലു പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നു. കൗസല്യ പറയുന്നു, മകനെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ഭരതൻ എല്ലാവർക്കും ദാനമാണ് ചെയ്തത്. ഈ ഭാരതത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ദാനം ആരും ചെയ്തിട്ടില്ല. അത്രയും വലിയ ദാനമാണ് ഭരതൻ ചെയ്തത്. അങ്ങനെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. കുലഗുരുവായ വസിഷ്ഠനും മന്ത്രിമാരും എല്ലാവരും ഭരതൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നു. രാജ്യം അനാഥമാണ്. ഇനിയും ഇങ്ങനെ തുടരുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് രാജാവായി അഭിഷേകം ചെയ്യണം എന്ന് പറയുന്നു. പക്ഷേ ഭരതൻ സമ്മതിക്കുന്നില്ല. ജ്യേഷ്ഠനുള്ളപ്പോൾ അനുജൻ രാജാവാകുന്നത് ധർമ്മമല്ല. എത്രയും പെട്ടെന്ന് ഞാൻ വനത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ജ്യേഷ്ഠനാണ് രാജാവ് എന്ന് പറഞ്ഞ് ഭരതൻ രാമനെ അന്വേഷിച്ച് വനത്തിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ ഭരതൻ വനത്തിലേക്ക് പോകുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരും ഭരതൻ്റെ കൂടെ ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ച് വനത്തിലേക്ക് പോകുവാൻ തയ്യാറെടുത്തുകൊള്ളുക. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും രാമായണത്തിലെ കഥകൾ കേൾക്കുക. ഹരേ കൃഷ്ണ.